പത്മജ വേണുഗോപാൽ ഒരു കാലത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. പിന്നീട് അവിചാരിതമായിട്ടാണ് BJP-യിലേക്ക് പോയത്. വലിയ ഒരു ഞെട്ടലായിരുന്നു കേരളത്തിലുണ്ടായത്. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാതാണ്. പക്ഷേ പലപ്പോഴും പലരും ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, BJP ഒരു മൂലയിൽ പത്മജയെ ഇരുത്തി എന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ ഒന്ന് തടയിട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം വിളിച്ചിരിക്കുകയാണ് പത്മജയെ രാജ്യ തലസ്ഥാനത്തെ ഒരു പ്രധാന പദവിയിലേക്ക്. തീർച്ചയായിട്ടും കെ പത്മജയെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ, സൂചനകൾ അനുസരിച്ച് കെ പത്മജയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹം ഒരു ഉന്നത പദവിയിലേക്ക് പത്മജയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പത്മജയെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒക്കെ അത് വലിയ ഒരു വഴിത്തിരിവായിരിക്കും. BJP-ക്ക് അത് ചില നേട്ടങ്ങൾ സമ്മാനിക്കുമെങ്കിൽ കോൺഗ്രസ്സിനെ അത് വലിയ പ്രതിരോധത്തിലാക്കുമെന്ന് തീർച്ചയാണ്. കാരണം നേരത്തെ ഈ പത്മജ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വന്നപ്പോൾ അവരുടെ പാരമ്പര്യത്തെ വരെ, അവരുടെ പിതൃത്വത്തെ വരെ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു യുവ നേതാവ് അവരുടെ ബയോളജിക്കൽ തന്ത, ഓർഗനൈസേഷണൽ തന്ത എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത് നമ്മൾ കണ്ടു. അവരുടെ ബയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത് കെ കരുണാകരനാണെങ്കിലും അവരുടെ ഓർഗനൈസേഷണൽ ഫാദർ കെ കരുണാകരൻ അല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പരമാവധി ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് കേരളം കണ്ടതാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും അവർക്ക് നൽകിയില്ല. പക്ഷേ മുതിർന്ന നേതാക്കൾ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അതിനെ എതിർക്കുകയും ഈ ചെറുപ്പക്കാരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്തായാലും അതൊക്കെ പഴങ്കഥകളാണ്. വലിയ വിവാദങ്ങൾ അന്നുണ്ടായി. പക്ഷെ അന്ന് ആ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പത്മജ അതിനെ ഒന്നും വകവയ്ക്കാതെ, അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് സുരേഷ് ഗോപിക്ക് വലിയ നേട്ടമായി മാറി. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നതിൽ പത്മജയ്ക്ക് നിർണായകമായൊരു പങ്ക് വഹിക്കാനായി. അതുപോലെ തന്നെ പത്മജ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വി മുരളീധരൻ മത്സരിച്ചപ്പോൾ അവർ അന്ന് 2024 വി മുരളീധരൻ്റെ പ്രചാരണത്തിനും വലിയ സംഭാവനകൾ ചെയ്ത ആളാണ്. വി മുരളീധരൻ ഇത്രയും വോട്ട് കിട്ടിയതിൽ പത്മജയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്, അത് നിഷേധിക്കാനാകില്ല. അങ്ങനെ പല സ്ഥലത്തും അവർക്ക് സ്വാധീനമുണ്ട്. അവർക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. കുഞ്ഞുനാൾ മുതൽ അവർ രാഷ്ട്രീയത്തിനകത്താണ്. കെ കരുണാകരനെ നമുക്കറിയാം, ലീഡർ എന്ന് പറയുമ്പം ഇത്രയും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ പറ്റുന്ന മറ്റൊരു നേതാവ്, ചാണക്യൻ, ഭീഷ്മാചാര്യൻ, ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ എന്നൊക്കെയാണ്. അതെല്ലാം കണ്ടുവളർന്ന രണ്ട് മക്കളുമാണ്. കോൺഗ്രസ് ഇവരെയൊന്നും നല്ല രീതിയിൽ വിനിയോഗിക്കുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ ലീഡർ യുഗം ആ ചാരക്കേസോടുകൂടി ലീഡറിനെ ഒതുക്കി മൂലക്കിരുത്തിയല്ലോ. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ. ആന്റണി പുറകിലും ഉമ്മൻചാണ്ടി മുമ്പിലും നിന്ന് കളിക്കുകയായിരുന്നു. അന്നത്തെ ആ കളിയിൽ, ആ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ, ആ രാഷ്ട്രീയ ഗോതയിൽ കെ കരുണാകരൻ എന്ന അതികായനായ ആ രാഷ്ട്രീയ ചാണക്യനെ ഈ അന്നത്തെ ഈ AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ കോൺഗ്രസ് എ ഗ്രൂപ്പ് മലർത്തി അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വീഴ്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് പിന്നീട് എഴുന്നേറ്റ് വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2001 കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടായി. അദ്ദേഹം മുന്നിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചു. അദ്ദേഹത്തിന് മകൻ കെ മുരളീധരനെ KPCCയുടെ പ്രസിഡൻ്റാക്കാൻ സാധിച്ചു. ഒക്കെ ശരിയാണെങ്കിലും പക്ഷേ ലീഡർ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പതുക്കെ കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ 2 മക്കളും രാഷ്ട്രീയം കണ്ട്, രാഷ്ട്രീയം അറിഞ്ഞ്, രാഷ്ട്രീയത്തിൽ ജീവിച്ച ആൾക്കാരാണ്. രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് അവർ വളർന്നതും. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം, കെ കരുണാകരൻ എന്ന ലീഡറിൻ്റെ പാരമ്പര്യം അവർക്ക് കൃത്യമായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗോതയിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പത്മജ വരുന്നത് ഡൽഹിയിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടാണ് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അമിത്ഷാ അവരെ വിളിപ്പിക്കുകയും ഡൽഹിയിൽ ഒരു ഉന്നത പദവി അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.
അവർക്ക് ആ പദവിയിലേക്ക് അവരുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആരെ എവിടെ ഇരുത്തണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യത്തെ കേരളത്തിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ, അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നേരത്തെ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായിരുന്നു. അതുപോലെ ഇപ്പോൾ ശ്രീധരൻ പിള്ള, അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാറ് ഗോവ ഗവർണറാണ്. അങ്ങനെ പല ബി ജെ പി നേതാക്കൾക്കും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബി ജെ പിക്ക് പുറത്തുനിന്ന്, കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരികയും ബി ജെ പിയുടെ ഭാഗമാകുകയും ചെയ്ത ഈ ഒരു ഉന്നത നേതാവിന്, അതൊരു വനിതാ നേതാവിന് തീർച്ചയായിട്ടും അവർ അർഹിക്കുന്ന ഒരു വലിയ പദവി കൊടുക്കാൻ ബി ജെ പി തയ്യാറാകും. ഡൽഹിയിലാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്കവിടെ അറിയാം, രേഖാ ശർമ്മയാണ് അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രിയാണ്. അവിടെ ഒരു വനിതാ ലഫ്റ്റനൻറ്റ് ഗവർണർ വരുന്നത് തീർച്ചയായിട്ടും അത് വലിയ നേട്ടമാണ്. മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അർഹമായ, വനിതാ നേതാക്കൾക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുന്നതിൽ ബി ജെ പി എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിച്ചത്. രാജ്യ തലസ്ഥാനത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി, രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒരു വനിതയാണ്, അതും പട്ടികവർഗ ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു വനിതയാണ്. അവർ മുമ്പ് ഗവർണറായിരുന്നു, ഒഡീഷയിൽ മന്ത്രിയായിരുന്നു, അങ്ങനെ നിരവധി പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ രാഷ്ട്രപതിയാണ്. അങ്ങനൊരു സ്ഥലത്തേക്കാണ് ലോകത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ഡൽഹിയിലുണ്ടായിരിക്കും. കാരണം ഡൽഹി നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രമാണ്. ഇന്ദ്രപ്രസ്ഥം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് പത്മജയുടെ വ്യക്തി ജീവിതത്തിൽ വലിയ ഒരു അവസരമാണ്. അവർക്ക് ആ പദവി, തീർച്ചയായിട്ടും ആ പദവിയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയും. അവർ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ്. നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആൾ കൂടിയാണ് പത്മജ. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ അനായാസം ജയിച്ചു കയറാനായതും. കൃത്യമായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടിയതിന് കാരണം പത്മജയുടെ ഇടപെടലാണ്. അതുപോലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെ വോട്ട് വർദ്ധിച്ചതിന് പുറകിലും പത്മജയുടെ കരങ്ങളും ഇടപെടലുകളും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കൊല്ലത്തും ഒക്കെ പത്മജയ്ക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. കാരണം ഇത് പഴയ ഐ ഗ്രൂപ്പിൻ്റെ തട്ടകങ്ങളാണ്. കെ കരുണാകരൻ എന്ന ലീഡറുടെ തട്ടകമായിരുന്നു ഈ ജില്ലകളെല്ലാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയൊക്കെ ഉണ്ടായിരുന്ന സ്വാധീനം, അത് കെ മുരളീധരനും പത്മജയ്ക്കും രണ്ടുപേർക്കും ഒരുപോലെ ആ സ്വാധീനം അവിടെ നേടിയെടുക്കാൻ സാധിക്കും. അവിടങ്ങളിലൊക്കെ അതവർക്ക് ബി ജെ പിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് അധികം പോകുന്നില്ല. പത്മജയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണിത്. അവർക്ക് അഭിമാനിക്കാം. ലീഡർ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറെ സന്തോഷം കൊടുക്കുന്ന, അദ്ദേഹത്തെ ഏറെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ മകൾ ലഫ്റ്റനൻറ്റ് ഗവർണറായി വരിക എന്നുള്ളത്. ഇപ്പോൾ ഇനി കെ മുരളീധരൻ്റേതാണ് ഇനിയുള്ള അവസരം. അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. കോൺഗ്രസ്സിൽ ഇപ്പോൾ പഴയ പടക്കുതിരകളെ ആവശ്യമില്ല. അവർ അവിടെ തലമുറ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാർ ധാരാളമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ മത്സരിക്കാൻ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരന് ഈ വട്ടിയൂർക്കാവിൽ ഒരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുകയാണ്. പത്മജയുടെ മാർഗത്തിൽ അദ്ദേഹവും പോകുമോ, ബി ജെ പിയിലേക്ക് ചേരുമോ എന്നൊക്കെയുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. മുമ്പ് പത്മജ വന്നപ്പോൾ അതിനെ എതിർത്ത് പിന്നെ സഹോദരിയല്ല എന്നൊക്കെ പറഞ്ഞ് കെ മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ, ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ കൊടുത്ത മറുപടി മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞത്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു വാർത്തയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാൻ